സൈബൂസ് വിഷൻ. ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇതുവരെയൊക്കെ ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. അപ്പോൾ ഇനിയും നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വലിയ വലിയ കണ്ടന്റുകളോ ഒന്നുമില്ല കേട്ടോ, വലിയ യാത്ര ബ്ലോഗുകളോ അങ്ങനെയൊന്നുമല്ല. ഞങ്ങളുടെ സാധാരണക്കാരായ ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞു പാചകവും കുഞ്ഞു കുഞ്ഞു വിശേഷമൊക്കെയാണ് അടങ്ങിയിട്ടുള്ള കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ എല്ലാ ദിവസവും ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുവരെ കിട്ടിയ വാച്ചവർക്ക് ഒത്തിരി ഇങ്ങനെ കട്ടായി പോകും. അതുകൊണ്ടാണ് ഡെയിലി വീഡിയോ ഇടുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി ചാനൽ തുടങ്ങിയിട്ട്. പക്ഷെ ഇപ്പോൾ ഒരു 2-3 മാസം കൊണ്ടാണ് എല്ലാ ദിവസവും ഡെയിലി വീഡിയോ ഇടുന്നത്. അപ്പോൾ ഡെയിലി എന്ത് വീഡിയോ ഇടുമെന്ന് ആലോചിച്ചപ്പോഴാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടാമെന്ന് കരുതിയാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കൂട്ടുകാരെ. ഇതുവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾക്കും ഒരു മടുപ്പ് തോന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ദോശയും ചമ്മന്തിക്കറിയാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കട്ടൻ ചായയൊക്കെ ഇട്ടിട്ടുണ്ട്. രാവിലെ കാപ്പി കുടിക്കാനായിട്ട് ഇരുന്ന കേട്ടോ. അപ്പോൾ മീനുക്കുട്ടിക്ക് കട്ടൻ ചായ ഞാൻ കുറേശ്ശെ ഇങ്ങനെ തണുപ്പിച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ അതിൽ തണുപ്പിച്ച് ഇങ്ങനെ വീത്തി വെക്കുന്നതാണ് കേട്ടോ കൂട്ടുകാരെ. എല്ലാ ദിവസവും രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരുപാട് വീഡിയോ ലോങ് ആയി പോകുന്നുള്ളത് കൊണ്ട് അങ്ങനെ രാവിലത്തെ കുക്കിങ്ങൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കാപ്പിയൊക്കെ കൂടി കഴിഞ്ഞ് പിന്നെ മീനുക്കുട്ടീനെ കുളിപ്പിച്ച് മീനുക്കുട്ടി അംഗൻവാടിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ബാഗൊന്നും തൂക്കിയൊന്നുമില്ല, അല്ലാതെ കയ്യിലാണ് കേട്ടോ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ അംഗൻവാടി പോകുമ്പോൾ 2-3 ദിവസം കൊണ്ടേ പറയുന്നുണ്ട് സ്കൂളിൽ പോയാൽ മതിയായിരുന്നു, സ്കൂളിൽ പോയിരുന്നെങ്കിൽ വെക്കേഷൻ കിട്ടും. ഇതിപ്പോൾ അംഗൻവാടിയിലായതുകൊണ്ട് എല്ലാ ദിവസവും അംഗൻവാടിയിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീനുക്കുട്ടിയോട് പറയുകയും ചെയ്തു, നീ സ്കൂളിൽ പോകുമ്പോൾ പറയും സ്കൂളിൽ പോകണ്ടായിരുന്നു, അംഗൻവാടി തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് നീ പറയുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അംഗൻവാടിയിൽ പോകുന്നത്. വീട്ടിനടുത്തുള്ള കുട്ടികളൊക്കെ ഇവിടെ കളിക്കാനൊക്കെ ഇവിടെ വഴിയിലൊക്കെ വന്ന് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മീനുക്കുട്ടിയും പറയും സ്കൂളിൽ മതി ആയിരുന്നെങ്കിൽ എനിക്ക് ഈ സമയത്ത് വെക്കേഷൻ കിട്ടുമായിരുന്നു, വീട്ടിൽ ഇരിക്കാമായിരുന്നു എന്നൊക്കെ പറയും. ഇത് ഇന്നലെ വൈകുന്നേരം ഞാൻ എടുത്തു വെച്ച ഒരു വീഡിയോ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രോഡക്റ്റാണ്, ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റ്. അപ്പോൾ മീനുക്കുട്ടീനെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചിട്ട് വന്നപ്പോൾ മീനുക്കുട്ടിക്ക് അപ്പോഴേ ഇത് വീഡിയോ എടുക്കണം, ഇത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുക്കണം, നിങ്ങളെ കൂടെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവൾക്ക് അപ്പോഴേ തന്നെ പൊട്ടിച്ച് കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ചെറിയ വീഡിയോ എടുക്കാം, അപ്പോഴേ ഏതെങ്കിലും ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് എടുക്കുന്ന സമയത്ത് വോയിസ് ചെയ്തെങ്കിലും പിന്നീട് ഞാനത് കട്ട് ചെയ്തിട്ട് അല്ലാതെ കേട്ടോ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 ദിവസത്തോളമായി ഇത് ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടി കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 188 രൂപയാണ് കേട്ടോ. ഇത് ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരൊറ്റ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന കുറേ തുണികളൊക്കെ ഒരു കളർ മങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി ക്ലോറിൻ വരുന്ന ഈ പൈപ്പ് ലൈൻ വെള്ളം ആയതുകൊണ്ടാണ് തുണിയൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നതെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ അങ്ങനെ അധികം ഇപ്പോൾ ടോപ്പുകളുണ്ട്, എല്ലാം ഒരു കളർ മങ്ങിയ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മീഷോയിൽ നിന്ന് ഇതുപോലെ കുറച്ച് പ്രോഡക്റ്റ് വില കുറഞ്ഞ ഡ്രസ്സ് എടുക്കുന്നതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ വെള്ളമല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാ ഡ്രസ്സും പിന്നെ 2 ദിവസം കഴിയുമ്പോൾ എന്തായാലും ഇതിൻ്റെ കളറൊക്കെ പോയി ഇത് ഒരുമാതിരി ചെത്ത കണക്ക് തുണി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടന് ഷർട്ടൊക്കെ ഏകദേശം അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ എൻ്റെ ടോപ്പും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറഞ്ഞ ടോപ്പ് നോക്കി മീഷോയിൽ നിന്ന് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ മീനുക്കുട്ടീനൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ വന്നപ്പോൾ രാവിലെ കാപ്പി കുടിച്ച പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോറ് വെച്ചിട്ടില്ല. അപ്പോൾ ഇനി വേണം ചോറ് വെക്കാനായിട്ട്. റേഷൻ അരിയാണ് കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. പിന്നെ ഇന്ന് ഉച്ചത്തേക്ക് കറികളായിട്ട് വെക്കുന്നത് ഒരു ബീട്രൂട്ട് തോരൻ വെക്കുന്നുണ്ട്, ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വെണ്ടയ്ക്ക ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും കിടന്ന് അത് ഇല്ലാണ്ടായി പോകുന്നുള്ളതുകൊണ്ട് വെറുതെ കളയുന്നത് എന്തിനാണെന്ന് വിചാരിച്ചിട്ട് അതുകൂടി ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന കേട്ടോ. പിന്നെ അധികം കറികളൊന്നും ഇന്നൊന്നും മാത്രമല്ല മിക്ക ദിവസം അധികം കറികളൊന്നും കാണത്തില്ല. അപ്പോൾ ഇന്ന് കറിയായിട്ടൊന്നും വയ്ക്കുന്നില്ല, അത് രസമാണ് വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഉച്ചത്തേക്ക് എനിക്ക് മാത്രം കറി മതി. അപ്പോൾ ചേട്ടൻ വൈകുന്നേരം വരുമ്പോൾ ചിക്കൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കൻ കറി വെക്കാൻ വൈകുന്നേരം. അപ്പോൾ ഉച്ചത്തേക്ക് തോരനും മെഴുക്ക് പുരട്ടിയും പിന്നെ ഒരു മുട്ട കൂടി പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ
അതൊക്കെ മതി ധാരാളം ചോറ് കഴിക്കാനായിട്ട്. ഞാൻ ഒരാളല്ലേ ഉള്ളൂ, എല്ലാ കറിയും കൂടെ വച്ചാലും പിന്നെ തീരത്തും ഇല്ല. പിന്നെ എന്തിനാണ് വച്ച് കളയുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വയ്ക്കാത്തത്. അതുകൊണ്ട് ഞാൻ എന്താ ഒരു പച്ചമുളകും കുറച്ച് സവാളയും ഒരു മുട്ടയും കൂടെ എടുത്ത് എനിക്ക് പൊരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജൂലിക്കുട്ടിക്ക് ചോറ് കൊടുക്കാനായിട്ട് ഇന്നലത്തെ പൊരിച്ച മീനിൻ്റെ അരപ്പൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടി അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉച്ചത്തെ പരിപാടികളൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ ചോറൊക്കെ കഴിക്കാനുള്ള നേരമായി. അപ്പോൾ ഞാനിനി ചോറ് കഴിക്കട്ടെ. നമ്മൾ ബീട്രൂട്ട് തോരനും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും പപ്പടമല്ല മുട്ട പൊരിച്ചതും കൊണ്ടാട്ട മുളകും കൂട്ടിയൊക്കെ കേട്ടോ ചോറ് കഴിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഇന്നത്തെ ഉച്ചവരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.